പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നുള്ള ഒരു ഈസി ആയിട്ടുള്ളൊരു രാവിലെ ഉണ്ടാക്കുന്ന ഒരു പലഹാരം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇതൊരു സ്പെഷ്യലാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയത് ഒരു വേറൊരു രീതിയിലാണ്, വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിൽ. ഇത് നമ്മുടെ അമ്മമാരൊക്കെ മറ്റൊരു തരത്തിൽ ഉണ്ടാക്കി പോന്നിരുന്ന ഒരു പത്തിരിയാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ കാണാം. അപ്പോൾ തലേ ദിവസം ഞാൻ കുറച്ച് ചോറ് വയ്ക്കുന്ന അരി കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി, ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. ഇനിയിപ്പോൾ രാവിലെ ചായക്കടി ഒന്നുമില്ലെങ്കിൽ എണീക്കുകയും ചെയ്ത് ഒരിത്തിരി അരി തിളച്ച വെള്ളത്തിൽ ഒഴിച്ച് വെച്ചിട്ട് 1 മണിക്കൂറിന് ശേഷം അരച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്നലെ കുറച്ച് അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വേവ് കുറഞ്ഞ അരിയാണ്. അപ്പം അത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. രാവിലെ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ വാർത്തെടുത്തിട്ട് ഇനി ഇതൊരു മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. നല്ലപോലെ അരയണമെന്നില്ല, ഒരു തരി പോലെ കിട്ടിയാൽ മതി. തരി പോലെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഇത് വേവുള്ള അരിയാണെങ്കിൽ തലേദിവസം തിളച്ച വെള്ളം ഒഴിച്ച് വെക്കണം കേട്ടോ. ഇനിയിപ്പോൾ രാവിലെയാണ് ചെയ്യുന്നതെങ്കിലും തിളച്ച വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. പിന്നെ വേവില്ലാത്ത അരിയൊക്കെ ആണെങ്കിൽ സാധാ വെള്ളം ഒഴിച്ചാലും പിറ്റേ ദിവസം അരഞ്ഞ് കിട്ടിക്കോളും. ഈ റേഷൻ അരി പോലുള്ള അരികളൊക്കെ ആണെങ്കിൽ. അപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് അരമുറി തേങ്ങയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഈ ഒരു അരിയിലോട്ട് തേങ്ങ മാത്രമേ ഇപ്പോൾ ചേർത്തിട്ടുള്ളൂ, വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഇനി ചേർക്കാൻ പോകുന്നത് ഉപ്പും പഞ്ചസാരയും മാത്രമാണ്. ഇതിൽ ജീരകം ചേർക്കുന്നവരുണ്ട് കേട്ടോ. ജീരകം ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാകും, പക്ഷേ ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ജീരകം ചേർത്തിട്ടില്ല. അത് ചെറിയ ജീരകമില്ലേ അത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരി ആകുമ്പോൾ ചോറ് വയ്ക്കുന്ന അരി ആയതുകൊണ്ട് പച്ചരിയേക്കാളും കുറച്ചും കൂടെ കൂടുതലൊന്ന് ഉപ്പ് വേണ്ടി വരും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കള്ളപ്പല്ല അതിൻ്റെ ഒരു ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ നല്ല കറികളൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ട്, കട്ടിയൊന്ന് കുറച്ചുണ്ടാക്കുന്നതുകൊണ്ട് എന്താ ഇത് ഭയങ്കരമായിട്ട് കട്ടിയിൽ വരുന്നില്ലാത്തതുകൊണ്ട് കഴിക്കാൻ നല്ല സോഫ്റ്റായിട്ട് നിൽക്കും കേട്ടോ. അപ്പം ഞാനിതിലേക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ പിന്നെ ഞാൻ ഈ ഒരു കഷ്ണം കാണുന്നത് 2-3 തേങ്ങയുടെ കഷ്ണം അതിലായി പോയിട്ടുണ്ട് അരയാതെ, അതാണ്. ഇനി ഞാനിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇതിൽ ഞാൻ അപ്പക്കാരോ ഈസ്റ്റോ ഒന്നും ചേർത്തിട്ടില്ല. ഇത് അരച്ച അതേപോലെ തന്നെ ഞാൻ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് രാവിലെ ഒന്നും ചായക്ക് കടിയൊന്നും അഥവാ നമ്മൾ കടിയൊന്നും ഇല്ലാത്ത സമയമാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ സമയം വൈകിപ്പോയാലോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. കാരണം എണീക്കുകയും ചെയ്ത് വേഗം ഒരിത്തിരി അരി വെള്ളത്തിലിട്ട് വെച്ചിട്ട് അരച്ചെടുത്തിട്ട് ചുട്ടെടുക്കാനല്ലേ ഉള്ളൂ. ദോശയൊക്കെ ആകുന്ന സമയത്ത് തലേ ദിവസം നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങണ്ടേ ദോശയുടെ, അങ്ങനെയൊന്നും വേണ്ട ഇതിന്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് പണ്ടുള്ളവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, പണ്ട് അമ്മമാരൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇത് കുറച്ചും കൂടെ കട്ടിയിലാണ് അരച്ചെടുക്കുക. എന്നിട്ട് ഇത് വാഴയിലയിൽ എണ്ണയൊക്കെ തൂവിയിട്ട് അതിൽ ഇത് പരത്തിയിട്ട് ഇങ്ങനെ ദോശക്കല്ലിലോ പത്തിരിച്ചട്ടിയിലോ ഒക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനും രുചി ഉണ്ടാവും. അതിനാണ് ഇതിനേക്കാളും ഒന്നും കൂടെ രുചി ഉണ്ടാവുക. എല്ലാ കാര്യത്തിലും പഴയ കാര്യങ്ങൾക്കാണല്ലോ രുചി കൂടുതലുണ്ടാവുക. അപ്പോൾ ഞാൻ ഈ ഒരു ചെയ്ത ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. കാരണം ദോശ മാവ് ചെയ്യും പോലെ തന്നെ ആയിക്കിട്ടും. പിന്നെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഇത് അരി അരച്ച മാവായതുകൊണ്ട്, നമ്മൾ ചോറ് വെക്കുന്ന അരി അരച്ച മാവുകൊണ്ട് ചില ചട്ടികളിൽ നിന്നും അത് വിട്ട് കിട്ടാൻ പാടാണ്. പക്ഷേ നല്ല ചൂടുള്ള നല്ല ദോശക്കല്ലൊക്കെ ആണെങ്കിൽ അത് കിട്ടും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതിന് നല്ല കറിയൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാൻ തലേ ദിവസത്തെ ചിക്കൻ കറിയൊക്കെ ആണ് ഇതിനെടുത്തിട്ടുണ്ട്. തലേ ദിവസം ചിക്കൻ കറി ഉള്ളതുകൊണ്ട് അപ്പോൾ ചിക്കൻ കറീൻ്റെ കൂടെയൊക്കെ ഇത് സെറ്റാണ് കേട്ടോ. അപ്പം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്.